പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. തിരുവചനം പറയുന്നു, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയ നല്ല ദേശത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ദൃഷ്ടിയുണ്ട്. നമുക്ക് വേണ്ടി ദൈവം ഒരു വാഗ്ദത്തം തരുമ്പോൾ ആ വാഗ്ദത്തത്തെ സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വേലയത്രേ. ദൈവം അതിനെ പരിപാലിക്കും. ഒരു ശത്രുവും അപഹരിക്കാത്തവണ്ണം, ഒരു അന്ധകാര ശക്തിയും അതിൻ്റെ മേൽ കൈവെക്കാത്തവണ്ണം കർത്താവിൻ്റെ ദൃഷ്ടി അതിൻ്റെ മേലുണ്ട്. ഇതാ വേദപുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത്, നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോയ മിസ്രൈം ദേശത്തെ പോലെ അല്ല. ആ ദേശത്ത് നീ വിതച്ച് നിൻ്റെ കൈകൊണ്ട് നനച്ച് നീ ഒത്തിരി അധ്വാനിച്ച് കാണും. എന്നാൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ദേശത്തിൻ്റെ പ്രത്യേകത, അത് മലകളും താഴ്വരകളും ഉള്ള ദേശമത്രേ, മഴവെള്ളം കുടിക്കുന്ന ദേശമത്രേ. ഹല്ലേലൂയ. ദൈവം പരിപാലിക്കുന്ന ദേശമത്രേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കുഴിക്കാത്ത കിണറുകളും നടാത്ത മുന്തിരിത്തോട്ടങ്ങളും പണിയാത്ത വീടുകളും ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ നന്മയെ അപഹരിക്കാൻ അവൻ ഒരു അന്ധകാര ശക്തിയെ അനുവദിക്കത്തില്ല. ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തത് ഹല്ലേലൂയ തൻ്റെ ജനത്തിന് അവകാശമായി തീരുവാൻ വേണ്ടി അത്രേ. അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത്, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ ദൃഷ്ടി അതിൻ്റെ മേലുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ദൈവം നമുക്കൊരു നന്മ ഒരുക്കിയാൽ, ദൈവം നമുക്ക് വേണ്ടി ചിലത് കരുതിയാൽ അത് അനുഭവിപ്പാനും നമുക്ക് കൃപ നൽകും. 128 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. പ്രിയരെ, നമുക്കൊരു കാര്യം ദൈവം തരിക മാത്രമല്ല, അതിനെ അനുഭവിക്കുവാൻ, അത് ജീവിതത്തിൽ നന്മയായി തീരുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും. മോശയോട് ദൈവം അരുളി ചെയ്തതൊക്കെയും ജോഷുവ മുഖാന്തരം ജനത്തിന് കൊടുത്തു. ഒരു ജോഷുവയുടെ ജനറേഷനിലൂടെ ദൈവം ചെയ്തത് അതാ. ദൈവം ഒരുക്കിയ നന്മ, ദൈവം കാണിച്ചു കൊടുത്ത നന്മ അവർ പ്രാപിച്ചെടുത്തു. ഒറ്റ കാര്യം, അവർ കർത്താവിൻ്റെ വചനത്തെ പ്രമാണിച്ചു. യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് തന്ന ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ വചനം വിട്ട് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ പ്രമാണം അനുസരിക്കുന്നവർക്ക്, ഈ പ്രമാണം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർക്ക് ദൈവം ഒരുക്കുന്ന നന്മ അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുമ്പോൾ പ്രിയ ഹല്ലേലൂയ സഹോദര സഹോദരി, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നന്മ ഹല്ലേലൂയ നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം തരുന്നതിൻ്റെ ഒറ്റ ഹല്ലേലൂയ താക്കോൽ ഇത് മാത്രമേ ഉള്ളൂ: ദൈവവചനം പ്രമാണിക്കുക. ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് ഹല്ലേലൂയ അവൻ ഒരു നന്മയും മുടക്കത്തില്ല. വേദപുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. എങ്ങനെയാണ് നടക്കേണ്ടത്? ദൈവവചനപ്രകാരം, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ, നടത്തിയ ദൈവത്തെ ഓർത്ത്, കൊണ്ടുവന്ന ദൈവത്തെ ഓർത്ത്, അവൻ്റെ പ്രവർത്തികളെ ധ്യാനിച്ച്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ, ഫറവോൻ്റെ മുമ്പാകെ ഞാൻ ചെയ്ത പ്രവൃത്തി, അവന് കൊടുത്ത ശിക്ഷ, അവൻ്റെ മുമ്പാകെ അല്ലെങ്കിൽ ജനത്തിൻ്റെ മുമ്പാകെ ചെയ്ത അത്ഭുതങ്ങൾ, ഹല്ലേലൂയ മിസ്രൈമ്യർക്ക് ഹല്ലേലൂയ ദൈവം ഉണ്ടാക്കിയ ബാധകൾ, ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തെ മറക്കാതെ, ദൈവത്തിൻ്റെ വചനത്തെ ഉപേക്ഷിക്കാതെ അത് പ്രമാണിച്ച് നടക്കുമെങ്കിൽ നിനക്കുള്ള ഓഹരിയെ, നിനക്കുള്ള നന്മയെ കർത്താവ് പരിപാലിക്കും. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾക്കുള്ള ഓഹരിയെ പരിപാലിച്ച് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ ദൈവം നൽകും. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, ഹല്ലേലൂയ കർത്താവ് എനിക്ക് വേണ്ടി നന്മ ഒരുക്കിയിട്ടുണ്ട്, ആ നന്മ ജീവനുള്ളവരുടെ ദേശത്ത് ഹല്ലേലൂയ ഞാൻ അനുഭവിക്കും. ഇയ്യോബ് പറഞ്ഞതുപോലെ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അതുകൊണ്ട് അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനൊരുക്കുന്ന നന്മയെ കാണും. സങ്കീർത്തനക്കാരനായ ദാവീദ് വിളിച്ചു പറയുന്നു, ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണും. പ്രിയരെ, നമുക്കും ഇന്ന് രാവിലെ ഏറ്റുപറയേണ്ടത് അതുമാത്രമാ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി ഹല്ലേലൂയ എനിക്കുള്ള നന്മയുടെ മേൽ, എനിക്കുള്ള ഓഹരിയുടെ മേൽ ഉള്ളതുകൊണ്ട് അത് അനുഭവിപ്പാൻ ദൈവം കൃപ നൽകും. അവൻ്റെ ദൃഷ്ടി മങ്ങിപ്പോയിട്ടില്ല, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവമാ. അവൻ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ നമുക്ക് നന്മ തരാൻ, നമുക്കുള്ള അവകാശത്തെ
അവകാശത്തെ പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. വീണ്ടും സങ്കീർത്തനക്കാരൻ 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും, നിങ്ങൾ പോകേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരും. നോക്ക്, വചനം പ്രമാണിക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഓഹരിയെ പരിപാലിക്കുക മാത്രമല്ല, നിങ്ങളുടെ വഴികളെ പോലും ഞാൻ ക്രമപ്പെടുത്തും, ഞാൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. ഒറ്റ കണ്ടീഷൻ. വീണ്ടും പരിശുദ്ധാത്മാവ് അത് തന്നെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ പ്രമാണിക്കണം. കർത്താവിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി നിങ്ങൾ സമയം ചെലവഴിപ്പാൻ നിങ്ങളൊരു തീരുമാനമെടുക്കുമോ? നിശ്ചയമായി അവൻ ദൃഷ്ടി വെച്ച് നിങ്ങളുടെ ഓഹരിയെ പരിപാലിക്കും. അവൻ ദൃഷ്ടി വെച്ച് നിങ്ങൾക്കുള്ളതിനെ സൂക്ഷിക്കും, നിങ്ങളുടെ തലമുറകളെ സൂക്ഷിക്കും, നിങ്ങളുടെ സമ്പത്തിനെ സൂക്ഷിക്കും, നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷിക്കും, നിങ്ങൾക്കുള്ള സകലത്തിനെയും വേലി കെട്ടി പരിപാലിക്കും. തീർന്നില്ല. 32-ാം സങ്കീർത്തനം പറയുന്ന പ്രകാരം അവൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. മനുഷ്യർക്ക് തരാൻ പറ്റാത്ത ആലോചന, അല്ലെങ്കിൽ ജ്ഞാനികൾക്ക് തരാൻ പറ്റാത്ത ആലോചന പ്രിയരെ നിങ്ങൾക്ക് ദൈവം തരും. എന്നിട്ട് ദൈവം നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങളെ കാണിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടില്ലാത്ത വഴിയിലൂടെ നടക്കുമ്പോൾ ഇതാകുന്നു വഴി എന്നുള്ള ഇമ്പസ്വരം കേൾപ്പിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ അവൻ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ തീരുമാനത്തിലും എല്ലാ ചുവടുകളിലും തമ്പുരാൻ കരം പിടിച്ച് നിങ്ങളെ നടത്തുമാറാകട്ടെ. അവൻ ദൃഷ്ടി വെച്ച് ഹല്ലേലൂയ പരിപാലിച്ച്, ദൃഷ്ടി വെച്ച് സൂക്ഷിച്ച്, ദൃഷ്ടി വെച്ച് ഹല്ലേലൂയ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.